നെക്സ്റ്റ് ഈസ് സെക്സ് ലിങ്ക്ഡ് മെന്റലിയൻ ഡിസോർഡേഴ്സ്. സെക്സ് ലിങ്ക്ഡ് മെന്റലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതും ജെനറ്റിക് ഡിസോർഡേഴ്സ് ആണ്. ഇത് സെക്സ് ക്രോമസോമിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും ഒരു സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ കൊണ്ടാണ് സെക്സ് ലിങ്ക്ഡ് മെന്റലിയൻ ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത്. ഹീമോഫീലിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹെറിഡിറ്ററി സെക്സ് ലിങ്ക്ഡ് റെസസീവ് ബ്ലഡ് ഡിസീസ് ഇൻ മാൻ. ഓക്കെ, നമ്മൾ ഇതിനെ ബ്ലീഡേഴ്സ് ഡിസീസ് എന്ന് പറയും. കാരണം ഒരു കുഞ്ഞു മുറിവ് മതി, അതിൽ നിന്ന് ക്ലോട്ട് ചെയ്യാതെ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാതെ ഇങ്ങനെ എക്സസീവ് ബ്ലീഡിങ് നടന്ന് ആ ഒരാള് തട്ടിപ്പോകും. ഓക്കെ, സോ ഇത് മെയിൻ ആയിട്ട് ക്യൂൻ വിക്ടോറിയയുടെ ഫാമിലി, ആ രാജ്ഞിയുടെ ക്യൂൻ വിക്ടോറിയ രാജ്ഞിയുടെ ഫാമിലിയിൽ ഈ ഒരു രോഗം കണ്ടിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ജസ്റ്റ് പേരിന് റോയൽ ഡിസീസ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്, ഹീമോഫീലിയ. ഓക്കെ, സോ ഇതിന്റെ ഈ ഒരു ക്യൂൻ വിക്ടോറിയ എന്ന് പറയുന്നത് ആള് കാരിയർ ആയിരുന്നു, ആളുടെ ഡിസെൻഡൻസി എന്നൊക്കെ ഈ ഒരു രോഗം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഹീമോഫീലിയ ഈസ് ഡ്യൂ ടു എ റെസസീവ് ജീൻ എച്ച് ലൊക്കേറ്റഡ് ഓൺ എക്സ് ക്രോമസോം. അതായത് എക്സ് ക്രോമസോമിൽ ഒരു റെസസീവ് ജീൻ, ഒരു സ്മോൾ എച്ച് എന്ന് പറയുന്ന റെസസീവ് ജീൻ എക്സ് ക്രോമസോമിൽ ഉണ്ട്. അപ്പോഴാണ് ഹീമോഫീലിയ ഉണ്ടാവുന്നത്. വൈ ക്രോമസോമിന് ഇങ്ങനെയുള്ള ഈ ഒരു സംഭവം വൈ ക്രോമസോം ക്യാരി ചെയ്യില്ല. അപ്പൊ മെയിൻ ആയിട്ട് ബാധിക്കുന്നത് എക്സ് ക്രോമസോമിനാണ്. ദ ഡിഫക്റ്റീവ് അലീൽ പ്രൊഡ്യൂസ് നോൺ ഫങ്ഷണൽ പ്രോട്ടീൻ. അതായത് അങ്ങനെ ഒരു ഡിഫക്റ്റീവ് അലീൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്നത് നോൺ ഫങ്ഷണൽ പ്രോട്ടീൻ ആണ്. ഇപ്പൊ ക്ലോട്ടിങ്ങിന്റെ സമയത്ത്, ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ സമയത്ത് എന്താണ് അതിൽ നിന്നുണ്ടാവുന്ന പ്രോട്ടീൻസുകളൊക്കെ നോൺ ഫങ്ഷണൽ പ്രോട്ടീൻ കാസ്കേഡ് ആയിട്ടുള്ളവർ ഉണ്ടാക്കുന്നത്. ഓക്കെ, ദ നോർമൽ ക്ലോട്ടിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ക്യാപിറ്റൽ ജീൻ എച്ച് ആണ്, ഡൊമിനന്റ് ജീൻ എച്ച് ആണ് നോർമൽ ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ഹീമോഫീലിയ ബാധിച്ചവർക്ക് എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ഫങ്ഷണൽ പ്രോട്ടീൻ ആയിക്കോളൂ, അല്ലെങ്കിൽ അതായിക്കോളൂ പ്രോട്ടീൻ കാസ്കേഡ് ആയിക്കോളൂ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓരോ കേസ് നോക്കാം. ഫീമെയിൽസിന്റെ കേസ് നമുക്കറിയാം, നോർമൽ ആയിട്ടുള്ള ഫീമെയിൽ എന്ന് പറയുന്നത് എക്സസ് ആയിരിക്കുള്ളൂ, അത് നമുക്കറിയാം. അതുപോലെ കാരിയർ ആണെങ്കിൽ അവരുടെ ഒരു എക്സില് ആ സ്മോൾ എച്ച് റെസസീവ് എച്ച് പ്രസന്റ് ആയിട്ടുള്ളൂ. ഇനി ഫീമെയിൽസ് ഹീമോഫിലിക് ആവണമെങ്കിൽ അവരുടെ രണ്ട് എക്സിലും എന്ത് ചെയ്യണം? രണ്ട് എക്സിലും ആ ഒരു റെസസീവ് ജീൻ അടങ്ങിയിരിക്കണം, മനസ്സിലാവും, എങ്കിൽ മാത്രമേ അവർ ഹീമോഫിലിക് ആവുള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പൊ ഒരെണ്ണത്തിൽ മാത്രമാണെങ്കിൽ പോലും അവർ കാരിയർ ആയിട്ട് ഇരിക്കുള്ളൂ. പക്ഷെ മെയിൽസിന് എന്താണ്? അവർക്ക് മെയിൽസിന് ആകെ ഒരു എക്സ് ഉള്ളൂ. അപ്പൊ ആ ഒരു എക്സിൽ ഈ സാധനം, ഈ ഒരു റെസസീവ് എച്ച് ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും ഹീമോഫിലിക് ആവും. അവർക്ക് കാരിയർ എന്ന് പറയുന്ന കണ്ടീഷൻ ഒന്നുമില്ല, മനസ്സിലായോ? മെയിൽ എന്ന് പറയുന്നത് കാരിയർ ആവാൻ വഴിയില്ല. അവർക്ക് ഒരു എക്സിൽ എങ്ങാനും എച്ച് വന്നാൽ ദേ ആർ ഹീമോഫിലിക്. ഫീമെയിൽസിന്റെ കേസിൽ രണ്ട് എക്സ് ഉണ്ട്, ഒരു എച്ചിൽ വന്നാൽ അവർ കാരിയറേ ആവുള്ളൂ. രണ്ട് എക്സിലും ആ ഒരു റെസസീവ് ജീൻ എച്ച് വന്നാൽ മാത്രമേ അവർ ഹീമോഫിലിക് ആവുള്ളൂ. സോ ഹെട്രോസൈഗസ് ഫീമെയിൽ, അതായത് കാരിയർ ഫീമെയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഹീമോഫീലിയ അവരുടെ മകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. The hemophilia always alternate from one sex to other in successive generation. This is known as criss-cross inheritance. അതായത് ഈ ഒരു രോഗം അച്ഛനിൽ നിന്ന്, അച്ഛൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു എക്സ് ഉള്ളതുകൊണ്ട് അച്ഛൻ ഓൾറെഡി ഹീമോഫിലിക് ആണ്, അച്ഛനിൽ നിന്ന് മകളിലേക്ക് കൊടുക്കുക. അപ്പൊ മകള് കാരിയർ ആണ്, മകളിൽ നിന്ന് ഗ്രാൻഡ് സണിലേക്കും കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ പോകുന്നതിനെയാണ് ക്രിസ്-ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ പോലും ദ പോസിബിലിറ്റി ഓഫ് എ ഫീമെയിൽ ബിക്കമിങ് ഹീമോഫിലിക് ഈസ് റയർ. അതായത് ഫീമെയിൽ ഹീമോഫിലിക് ആകുക എന്ന് പറയുന്നത് ചാൻസ് വളരെ കുറവാണ്. കാരണം ബിക്കോസ് മദർ ഓഫ് സച്ച് ഫീമെയിൽ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് എ കാരിയർ. സാധാരണ അമ്മമാര് അല്ലെങ്കിൽ ആ ഫീമെയിൽ എന്ന് പറയുന്നത് കാരിയർ ആയിക്കുള്ളൂ. പക്ഷെ അച്ഛൻ ഹീമോഫിലിക് ആയാൽ എന്തായാലും അച്ഛൻ എന്തായാലും ഹീമോഫിലിക് ആയിരിക്കും ആ വേണമെങ്കിൽ. കാരണം ആകെ ഒരു എക്സ് ക്രോമസോമേ അവർക്ക് ഉള്ളൂ. ഓക്കെ.